ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ട് റീഡിംഗ് സ്കിൽസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പുതിയ ട്രേഡേഴ്സ് ആയിരിക്കും. നമുക്ക് ചിലപ്പം പലപ്പോഴും പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്തിട്ടും നമുക്ക് ചിലപ്പം തോന്നാറുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിൽ ഒരു മെച്ചപ്പെടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ തലേദിവസം കഴിഞ്ഞും മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻട്രി ഒരു കോൺഫിഡൻസോടുകൂടി എടുക്കാനോ പറ്റുന്നില്ല. അപ്പൊ എന്താണ് എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്? അപ്പം പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ആയിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും, എന്തുകൊണ്ട്? കാരണം വെച്ചാൽ എന്താണ് നമ്മൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ടോ? അപ്പം എന്തുകൊണ്ടാണ് എനിക്കിത് മെച്ചപ്പെടുത്താൻ പറ്റാത്തെന്നുള്ളത് പലപ്പോഴും നമുക്കൊരു ഡൗട്ടാണ്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് പ്രൊഫിറ്റബിൾ ആവാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാർട്ട് റീഡിംഗ് സ്കില്ലുകൾ മോശമായതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ചാർട്ട് റീഡിംഗ് സ്കില്ലുകൾ നന്നായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം ഇത് നമ്മൾ എൻഡ് ഓഫ് ദി ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും പല ആൾക്കാരും നിഫ്റ്റി ഇന്ന് ഇത്ര ലെവൽ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ലെവൽ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഇതൊക്കെ നല്ലതാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ ലെവലുകളൊക്കെ നമ്മൾ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മാർക്കറ്റിന്റെ ആ ക്ലോസിങ്ങിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ, നമുക്ക് തൊട്ടടുത്ത ദിവസം നമുക്ക് ഓപ്പണിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ മാർക്കറ്റിന്റെ ഡയറക്ഷനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും ഈസി ആവും. പലപ്പോഴും ഈ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും നമ്മളെ ഒന്ന് ട്രാപ്പ് ചെയ്യും. അതായത് മാർക്കറ്റ് എപ്പോഴും അത് ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ടേ അത് ആ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ട്രാപ്പിങ്ങിൽ നമ്മൾ പെട്ടുപോകും, നമ്മുടെ SL അടിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂജ് ലോസ് ബുക്ക് ചെയ്യും, നമ്മളെ മാർക്കറ്റിന് ഔട്ടാവും. അപ്പം മാർക്കറ്റ് നമ്മളെ കബളിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചാർട്ടിൽ നമുക്ക് മാർക്കറ്റ് കുറെ ഇടൻ സിഗ്നൽസ് നമുക്ക് തരും. അപ്പം ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ഒത്തിരി മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ മേലാത്തതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് നമുക്കും എനിക്കും ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഞാനും ഒത്തിരി നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുത്തിയിരുന്ന് ചാർട്ട് റീഡിങ് എങ്ങനെ ആ സ്കിൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നൊക്കെ നമ്മൾ കുത്തിയിരുന്ന് അനേക ദിവസങ്ങൾ നമ്മൾ മണിക്കൂറുകളോളം ചാർട്ടിന് മുന്നിലിരുന്ന് നമ്മൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ദയവായിട്ട് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ എൻഡ് ഓഫ് ദി ഡേയിലെ ക്ലോസിങ്ങിനെ എങ്ങനെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ എക്സൽ ഷീറ്റിനകത്ത് മാർക്കറ്റിന്റെ, അതായത് ക്ലോസിങ്ങിന് ഒരു 3 ടൈപ്പായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബുള്ളിഷ് ആയിട്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ബീറിഷ് ആയിട്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ന്യൂട്രൽ ആയിട്ടാവാം. അപ്പൊ എന്താണ് ബുള്ളിഷ് ക്ലോസിങ്, അല്ലെങ്കിൽ ബീറിഷ് ക്ലോസിങ്, അല്ലെങ്കിൽ ന്യൂട്രൽ ക്ലോസിങ് എന്നുള്ളത് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം നമുക്കറിയാം മാർക്കറ്റിന്റെ ബുള്ളിഷ് ഫേസ് ഉണ്ട്, ഒരു ബീറിഷ് ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രൽ ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ഉള്ള സമയത്ത് പോലും മാർക്കറ്റിൽ ഡെയിലി നമ്മൾ ചിലപ്പം ഒരു ബീറിഷ് ഫേസും വരാം, ഷോർട്ട് ടൈം ആയിട്ട് ബീറിഷ് ഫേസും വരാം. അപ്പൊ നമ്മളെല്ലാം ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ഡേയിലെ മൊമെന്റം ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിലും കുഴപ്പമില്ല, മാർക്കറ്റ് ബീറിഷ് ആണെങ്കിലും കുഴപ്പമില്ല, മാർക്കറ്റ് സൈഡ്വേസ് ആണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റണം. അപ്പൊ നമ്മൾക്ക് ട്രാപ്പിലാവി പോകാതെ നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ, അന്നത്തെ ദിവസത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ നമുക്ക് ഒന്ന് മനസ്സിലാക്കി എൻട്രി എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്
നമ്മൾ ഈ ചാർട്ടിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൺവിക്ഷനോടുകൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 തരം ക്ലോസിങ്ങുകൾ നിങ്ങൾ മാർക്കറ്റിൽ എൻഡ് ഓഫ് ദി ഡേയിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം നിങ്ങളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്യാം, മാർക്കറ്റ് ബിയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂട്രൽ ആയിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഡോജി ക്യാൻഡിൽ. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ, ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റിലോ 1 മിനിറ്റിലോ ഒന്നും അല്ല, അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റിന്റെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റ് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിലാണ് ഞാനൊരു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് ഞാൻ പറയുന്നത്. അതായത് നമുക്കറിയാം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരിക്കുമ്പോഴത്തേനും മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്യും. അപ്പം അവിടെ ഒരു ഡോജി ക്യാൻഡിൽ വരും. ആ ഡോജി ക്യാൻഡിൽ ഒരു ഇൻഡിസെഷൻ ക്യാൻഡിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, അതോ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എത്തുമ്പോഴത്തേക്കാണ് മാർക്കറ്റ് ഒരു ഡോജി ക്യാൻഡിലുകൾ ഫോം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നപ്പോഴാണ് ആ ഡൗൺ ട്രെൻഡ് അവിടെ പോസ് ചെയ്യുന്നത്. ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണോ അതോ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകണോ എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉള്ളപ്പോഴത്തേനാണ് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പോഴത്തേനും ഞാൻ ഈ ഡോജി ക്യാൻഡിൽ ഉദ്ദേശിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും അത് ഡോജി ക്യാൻഡിൽ ആണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലോസിംഗ് ആണ്, അതായത് ന്യൂട്രൽ ക്ലോസിംഗ്. ഇനി മറ്റ് 2 ക്ലോസിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം, അതായത് ബുള്ളിഷ് ക്ലോസിംഗും ബിയറിഷ് ക്ലോസിംഗും. അപ്പം ഇതിനകത്ത് തന്നെ ബുള്ളിഷ് ക്ലോസിംഗിനകത്ത് ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് ഉണ്ട്, ഒരു ബിയറിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഉള്ള ടേംസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേറെ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മാർക്കറ്റിലെ ബുള്ളിഷ് ക്ലോസിംഗ്? ഇപ്പൊ ഞാനിവിടെ കുറെ എക്സാമ്പിൾസ്, അതായത് നമുക്ക് റെഫറൻസ് ആയിട്ട് കുറെ ഡേറ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ബുള്ളിഷ് ക്ലോസിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് നമുക്കിപ്പം ആദ്യം നമുക്ക് മാർക്കറ്റിൽ 30/1/2025, അതായത് ജനുവരി 30-ാം തീയതി മാർക്കറ്റിന്റെ ക്ലോസിംഗ്, നമുക്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നമുക്കൊന്ന് ചാർട്ട് നോക്കാം. ജനുവരി 30, ഇതാണ് ജനുവരി 30 ചാർട്ട്. അതായത് മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് മാർക്കറ്റിന്റെ ജനുവരി 30. നമുക്ക് ഞാൻ എന്തായാലും ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് ഒരു സെല്ലിംഗ് വന്നു. എൻഡ് ഓഫ് ദി ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അതായത് അന്നത്തെ ഡേ ഹൈക്ക് അടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് ഞാൻ എൻ്റെ ഒരു ടെർമിനോളജിയിൽ ഞാൻ ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഈ ഒരു ബുള്ളിഷ് ക്ലോസിങ്ങിന് തൊട്ടടുത്തത് ദിവസത്തെ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങുമായിട്ടൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അപ്പോഴത്തേനും ഞാനത് 2ാമത്തെ പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിന്റെ ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് നമുക്ക് നാളത്തെ ഓപ്പണിംഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ള നോക്കിയിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ പറ്റുന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. അപ്പോഴത്തേനും ഞാനത് 2ാമത്തെ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പാർട്ടിൽ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ ക്ലോസിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ജനുവരി 30-ാം തീയതി ഇത് ബുള്ളിഷ് ക്ലോസിംഗ്, അതായത് അന്നത്തെ ദിവസം ഓപ്പൺ ചെയ്ത റെഡ് ക്യാൻഡലിനെ കഴിഞ്ഞും ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അന്നത്തെ ഡേ ഹൈ തന്നെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റ് ആദ്യം ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സെല്ലിംഗ് വന്നെങ്കിലും എൻഡ് ഓഫ് ദ ഡേയിൽ ഒരു ഷാർപ്പ് പ്രൈസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡേ ഹൈക്ക് അടുത്ത് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനെയാണ് ഞാനൊരു ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡിനെ പറ്റി നമ്മളിപ്പോ ഇവിടെ ബോധേഡല്ല, നമ്മൾ അന്നത്തെ ദിവസത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന ബിയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്ലോസിംഗ് എന്നും നമ്മൾ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. അതായത് 31, അതായത് ജനുവരി 31-ലും ഈ പറഞ്ഞ പോലെ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. അന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് അന്നത്തെ ദിവസത്തെ റേഞ്ച് ഞാനൊന്ന് വരച്ചിടാം. അന്നും ഇതുപോലെ തന്നെ മാർക്കറ്റ് ഈ പറഞ്ഞ ഈ ലെവലിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന അന്നത്തെ ഡേ ഹൈ, അതായത് ഇവിടെ നിന്ന് സെല്ലിംഗ് വരുന്നില്ല. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് അപ് ട്രെൻഡിൽ, അതായത് ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു.
പിന്നെ നമുക്ക് 20/1/25. അപ്പം നമുക്ക് 20-ാം തീയതിയിലോട്ട് പോവാം. ജനുവരി 20-ാം തീയതിത്തെ മാർക്കറ്റിന്റെ ക്ലോസിങ് നമുക്ക് നോക്കാം. അതായത് ജനുവരി 20-ന്റെ ക്ലോസിംഗ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് റേഞ്ച് ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. അതായത് ഇതിവിടെ ഉണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേന് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. റെഡ് ക്യാൻഡിൽ ആണ്. അതായത് ഒരു മാർക്കറ്റ് മറ്റേ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേന് അന്നൊരു സെല്ലിങ് വന്നു. അതിനുശേഷം ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഏതാണ്ട് ആ ഡേ ഹൈക്ക് അടുത്തായിട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് ഞാൻ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ 3 എക്സാമ്പിൾ നോക്കി. നമുക്ക് ഒരു ഡേ കൂടെ നോക്കാം. 14/1/25. മാർക്കറ്റ് 14/1 എന്താണ് ശരിക്കും നമുക്ക് നോക്കാം. ഇതാണ് 14/1 ക്ലോസിംഗ്. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഏകദേശം ഇവിടെയായിട്ട്. അതായത് ഇതൊരു പക്ക ബുള്ളിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാർക്കറ്റ് അന്നത്തെ ദിവസം ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ക്ലോസിംഗിന്റെ സമയത്ത് ഒരു ഡേ ഹൈയുടെ അടുത്തോട്ട് വരാൻ പറ്റിയില്ല, എന്നാലും ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാനിത് ഇങ്ങോട്ടൊന്ന് മാറ്റാം. അതായത് ഇത് ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്നുകൊണ്ട് ഒരു വരും. അതായത് മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്തു. അതായത് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പോലും വന്നില്ല. അതിനുശേഷം എൻഡ് ഓഫ് ദി ഡേയിൽ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണോ അവിടെ തന്നെ വന്നു. അപ്പം ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ്. അതായത് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഒരു സിവിയർ കറക്ഷൻ അന്നത്തെ ദിവസം വന്നിട്ടില്ല. അപ്പൊ അതിനെയാണ് ഞാൻ ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗിന്റെ എക്സാമ്പിൾ നോക്കി. 16/1 നമുക്ക് മാർക്കറ്റിന്റെ ക്ലോസിംഗ് നോക്കാം. ഇതുണ്ട്. മാർക്കറ്റ് 16/1 എന്താ സംഭവിച്ചത്? ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നത്. അതായത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോകുന്നു. പക്ഷെ തൊട്ട് തലേദിവസത്തെ ഡേ ഹൈയുടെ മുകളിൽ സപ്പോർട്ടൊക്കെ എടുത്ത് നിന്ന് ഏകദേശം ഡേ ഹൈയുടെ അടുത്ത് ക്ലോസ് ചെയ്തില്ല. എന്നാലും ഒരു എൻഡ് ഓഫ് ദി ഡേയിൽ ഒരു റാലി ചെറുതായിട്ട് നടന്നു. അപ്പൊ ഇതിനെയാണ് ഞാൻ ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അതായത് പക്ക ബുള്ളിഷ് ക്ലോസിംഗ് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്നാൽ ഇപ്പൊ പക്ക ബുള്ളിഷ് ക്ലോസിംഗ് ആകണമെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് റെഡ് ക്യാൻഡലിന് മുകളിൽ ക്ലോസ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ക്ലോസിംഗ് നമുക്ക് പറയാമായിരുന്നു. അപ്പം ഇതിന് ഞാനിപ്പോ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഇതിനെ ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ്, അതായത് നമുക്ക് പക്ക ബുള്ളിഷും അല്ല, എന്നാൽ നമുക്ക് ബെയറിഷ് എന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരു ക്ലോസിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്നുള്ളൊരു കാറ്റഗറി പെടുത്തിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് 22/1. 22/1 എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആ 22/1 ശരിക്കും പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കാറ്റഗറി ഒന്ന് മാറ്റാം. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഇടാം. അതായത് 22/1 സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. മോർണിംഗിൽ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു സിവിയർ സെല്ലിംഗ് വന്നു. സിവിയർ സെല്ലിംഗ് അല്ല, ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 1.25 തൊട്ട് ഒരു ഷാർപ്പായിട്ടുള്ള റൈസ്. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇവിടെ നോക്കി. അതായത് അന്നത്തെ ഡേ ഹൈ തന്നെയാണ് അന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു പക്ക ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. അപ്പൊ നമുക്ക് ബുള്ളിഷ് ക്ലോസിംഗ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്താണെന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. 28/1 നമുക്ക് നോക്കാം. അതായത് ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് നമുക്ക് നോക്കാം. 28/1 മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗ്, അതായത് ഇത് കണ്ടോ, 28/1 ഈ ക്ലോസിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് മാർക്കറ്റ് അന്നത്തെ ദിവസം ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗിൽ സെല്ലിംഗ് വന്നു. പിന്നീട് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് എൻഡ് ഓഫ് ഒരു ഷാർപ്പ് ഫോള് നടന്നു.
പക്ഷെ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് ഓപ്പൺ ചെയ്ത റെഡ് ക്യാൻഡലിന്റെ ഹൈഡ് അവിടെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് എന്നാണോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്ലോസിംഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഈ ഓപ്പണിംഗ് ചെയ്ത ക്യാൻഡലിന്റെ റെഡ് ക്യാൻഡൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഇത്രയും പോയത് കൊണ്ടും ഇതിന്റെ ക്ലോസിംഗ് ഏകദേശം ഓപ്പൺ ക്യാൻഡൽ അവിടെ തന്നെ വന്നത് കൊണ്ടും ഞാൻ ഇതിനെ ഒരു ഒരു ബുള്ളിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് ഞാൻ വിളിക്കുക. അതായത് നമുക്ക് ഒരു ബീറിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ബുള്ളിഷും അല്ലാത്ത ഒരു ക്ലോസിംഗ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഒരു ക്യാൻഡൽ, അതായത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, എക്സാക്ട്ലി അവിടെ തന്നെ ഓപ്പൺ ചെയ്തു. ഇപ്പൊ നിങ്ങളിപ്പോ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻഡലും കൂടിയാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം നമ്മൾ ഈ ഒരു ക്ലോസിങ്ങിനെ നമ്മൾ ആദ്യം ഈ ക്ലോസിങ്ങിന്റെ ഈ ടൈപ്പുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം ഓപ്പണിങ്ങിന് എവിടെയാണെന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ ഓപ്പണിംഗ് ടൈപ്പുകൾ ഞാൻ അടുത്തൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പം ഇത് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊരു 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്ര നേരം നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓപ്പണിംഗ് ടൈപ്പുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം ഇന്നിപ്പം ഈ വീഡിയോയിൽ നമുക്ക് ഈ ക്ലോസിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇനിയിപ്പം അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ ലൊക്കേഷൻ ഓഫ് ക്ലോസിംഗ്, അതായത് ബുള്ളിഷ് ക്ലോസിംഗിനകത്ത് തന്നെ ഇപ്പം നമ്മൾ നോക്കിയ എക്സാമ്പിളിനകത്ത് നിങ്ങൾ കണ്ടു കാണും. അതായത് ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് പറയുമ്പോഴത്തേനും ചിലപ്പം ചില ക്ലോസിംഗുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡേ ഹൈക്ക് എടുത്ത് ക്ലോസ് ചെയ്യും. അത് പക്ക ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചില ക്ലോസിംഗ് എന്ന് പറയുന്നത് ഡേ ഹൈക്ക് അടുത്തല്ല, ഡേ ഹൈ അതിനെയല്ല ക്ലോസിംഗ് എന്ന് പറയുന്നത്, പക്ഷെ ഡേ ഹൈക്ക് കുറച്ച് താഴെയായിട്ട്, എന്നാൽ ഒത്തിരി താഴെയല്ല, തലേദിവസം റേഞ്ച് നടുക്കുമല്ല, എന്നാൽ ഡേ ഹൈയോട് ക്ലോസ് ചെയ്ത്, അതായത് ഡേ ഹൈയുടെയും ഡേയുടെ ക്ലോസും തമ്മിലുള്ള ഒരു നാരോ ഗ്യാപ്പിലായിട്ട് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന ക്ലോസിംഗ് നിയർ ടു ഡേ ഹൈ എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബീറിഷ് ക്ലോസിംഗിനകത്ത് ഈ പറഞ്ഞ പോലെ പക്ക അന്നത്തെ ഡേ ലോയ്ക്ക് അടുത്ത് തന്നെ, അതായത് ഡേ ലോയും അന്നത്തെ ഡേയുടെ ക്ലോസിംഗും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ക്ലോസിംഗ് ഉണ്ട്, അങ്ങനത്തെ ഒരു ബീറിഷ് ക്ലോസിംഗും. പിന്നെ അതുകൂടാതെ ഡേ ലോയ്ക്ക് അടുത്തായിട്ട് ക്ലോസ് ചെയ്തു, അതായത് ഡേ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എൻഡ് ഓഫ് ഡേ ലോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് വന്ന് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ക്ലോസ് ടു ഡേ ലോ എന്ന് പറയുന്നത്. അതായത് ബീറിഷ് ക്ലോസിംഗിനകത്ത് ക്ലോസിംഗ് നിയർ ടു ഡേ ലോ ആൻഡ് ക്ലോസിംഗ് അറ്റ് ഡേ ലോ. അതുപോലെ തന്നെ ബുള്ളിഷ് ക്ലോസിംഗിനകത്ത് ക്ലോസിംഗ് അറ്റ് ഡേ ഹൈയും പിന്നെ ക്ലോസിംഗ് നിയർ ടു ഡേ ഹൈയും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോജി ക്യാൻഡല് നമ്മുടെ അന്നത്തെ ദിവസം റേഞ്ചിന്റെ മിഡിലായിട്ട്, അതായത് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും, അത് ഓപ്പൺ ചെയ്തെടുത്ത് തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും ഒരു ഡോജി ക്യാൻഡൽ ഫോം ചെയ്തു ഡെയിലി ടൈം ഫ്രെയിമിൽ. അപ്പം ഇത്രയാണ് നമുക്ക് ക്ലോസിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഡെയിലി ഇനിയും തൊട്ട് മാർക്കറ്റ് ഈ പറയുന്ന പ്രീവിയസ് ഡേ റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ രീതി വെച്ചിട്ട് മാർക്കറ്റ് നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. മാർക്കറ്റിന് അന്നത്തെ ക്ലോസിംഗ് ബുള്ളിഷ് ആയിരുന്നോ, ബുള്ളിഷ് ടു ന്യൂട്രൽ ആയിരുന്നോ, ഇനി മൂന്നാമത് ബീറിഷ് ക്ലോസിംഗ് ആയിരുന്നോ, അല്ലെങ്കിൽ ബീറിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് ആയിരുന്നോ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അന്നത്തെ ഡേ ഹൈ തന്നെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതോ ഡേ ഹൈയുടെ തൊട്ട് താഴെയായിട്ട്, അതായത് വലിയ ഗ്യാപ്പ് ഒന്നുമില്ല എന്നാൽ ഡേ ഹൈയോട് അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല ഡേ ലോ തന്നെയാണോ ഡേയുടെ ക്ലോസിങ്, അതോ ഡേ ലോയ്ക്ക് കുറച്ച് മുകളിലായിട്ട് ചെറിയൊരു നാരോ ഗ്യാപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഇനിയും തൊട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേനും, അതായത് മാർക്കറ്റിന് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ ചാർട്ട് റീഡിങ്ങിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഈ എൻഡ് ഓഫ് ദ ക്ലോസിംഗുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേയിൽ ക്ലോസിംഗ് നിങ്ങൾക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക.
ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.